എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. തലവേദന വരാത്തവരായ നമ്മുടെ ഇടയിൽ ആരും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതിൽ തന്നെ അതികഠിനമായ തലവേദനയാണ് മൈഗ്രെയിൻ. ചെന്നിക്കുത്ത് എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന മൈഗ്രെയിൻ. തലയുടെ ഒരു വശത്താണ് ഉണ്ടാവുക. അതിന് അതികഠിനമായ തീവ്രത ഉണ്ടാകും. ചിലർക്കൊക്കെ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് ഒരു ഓറ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന പലർക്കും കിട്ടാറുണ്ട്. പലപ്പോഴും ഈ മൈഗ്രെയിൻ തന്നെ ആവണമെന്നില്ല. ചില കേസിലെങ്കിലും അത് സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ റാഡിക്കലോപ്പതി, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശത്തുള്ള കശേരുക്കൾക്കിടയിൽ നാഡികൾ കുടുങ്ങിയിട്ടുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ സങ്കീർണതകൾ കൊണ്ടും പലപ്പോഴും ഒരു വശത്തെ തലവേദനയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴുത്ത് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മൈഗ്രെയിൻ തന്നെയാണോ അതോ സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ കോംപ്ലിക്കേഷൻ ആണോ എന്നൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. മൈഗ്രെയിൻ എങ്ങനെയാണ് വരുന്നത്? പലപ്പോഴും പലരും പറയുന്നത് ഇതൊരു നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണെന്നാണ്. പക്ഷേ ഏറെക്കുറെ 70% മൈഗ്രെയിൻ്റെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വയറാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് തലവേദന വന്ന, മൈഗ്രെയിൻ വന്ന ഒരാൾക്ക് പലപ്പോഴും ഒന്ന് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ തലവേദന ഗണ്യമായിട്ട് കുറയുന്നതായിട്ട് കാണാം. ചിലർക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഭക്ഷണമൊന്നും ഇല്ലാതെ ഒരു വിശ്രമം ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് കൊടുത്താലും പലപ്പോഴും ഈ പ്രശ്നം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഈ മൈഗ്രെയിൻ വരുന്നത്? മൈഗ്രെയിൻ്റെ പ്രധാനപ്പെട്ട ഉത്ഭവം എന്ന് പറയുന്നത്, അതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസമാണ്, ഒരു സൂക്ഷ്മ അണുവാണ്, ഒരു ബാക്ടീരിയ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് നമ്മൾ വിളിക്കുന്ന എച്ച് പൈലോറി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയാണിത്. അപ്പോൾ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു വലിയ പരിധിവരെ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളെയോ, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നത്തെയോ, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കുടലിലെ ക്യാൻസർ അടക്കമുള്ള പ്രശ്നങ്ങളെയോ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. എന്താണ് എച്ച് പൈലോറി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ജനസംഖ്യയിൽ 50%-ലധികം പേരിലും ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. ഡിയോഡിനാണ് ഇത് സാധാരണഗതിയിൽ കാണുക. അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയ അകത്ത് കയറി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് വലിയ സിംറ്റംസ് ഉണ്ടാക്കാറില്ല. മെജോറിറ്റി ആൾക്കാരും, മഹാഭൂരിഭാഗം ആൾക്കാരിലും ഇത് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൈഗ്രെയിൻ ആയാലും, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ആയാലും, അതുപോലെ അൾസറിൻ്റെ ഫോർമേഷൻ ആയാലും ഒക്കെ ഈ എച്ച് പൈലോറിയുടെ പരിണിത ഫലങ്ങളാണ്, അതിൻ്റെ റിയാക്ഷൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്? പലപ്പോഴും ഇത് വരുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചില ഡിസ്കഷനുകൾ നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴായിട്ടും പറയുന്നത് ഇത് ചീത്ത വെള്ളത്തിൻ്റെ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ, അല്ലെങ്കിൽ ചീത്ത ജലം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് വഴി നമുക്കിത് എത്താം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ സലൈവ വഴി നമുക്കിത് കിട്ടാം, അല്ലെങ്കിൽ അവരുപയോഗിച്ച ഏതെങ്കിലും പാത്രമോ, അല്ലെങ്കിൽ അവരുപയോഗിച്ച ഭക്ഷണമോ ഒക്കെ നമ്മൾ കഴിച്ചു വഴിയും ഈ പറയുന്ന എച്ച് പൈലോറി നമ്മുടെ അകത്തേക്ക് എത്താം. അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫീസസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ രോഗം ബാധിച്ച ഒരാളുടെ സ്റ്റൂള്, അല്ലെങ്കിൽ അയാളുടെ മലം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരവുമായിട്ട് കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞാലും ഇത് ശരീരത്തിലേക്ക് വ്യാപിക്കാം. ചുരുക്കി പറഞ്ഞാൽ എത്രമാത്രം നമ്മൾ ഹൈജീൻ ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷനുള്ള സാധ്യത. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50%-ഓളം ആൾക്കാർക്ക് ഇത് ഉണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? എച്ച് പൈലോറി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? സാധാരണ ഇതിൻ്റെ പ്രധാനപ്പെട്ട 2-3 ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പിയാണ്. ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം ഉണ്ടായിട്ട് അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി, അതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായൽ കൂടെ ട്യൂബ് ഇറക്കി നടത്തുന്ന പഠനമാണ് എൻഡോസ്കോപ്പി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റൊമക്കിൻ്റെ പർട്ടിക്കുലർ ഭാഗത്തെത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു ബയോപ്സി നടത്തി ഒരു ചെറിയ പീസ് അവിടെ നിന്ന് എടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക ആണ് സാധാരണഗതിയിൽ ചെയ്യുക. ഇതിനെ റാപ്പിഡ് യൂറിയ ടെസ്റ്റ് എന്ന് പറയും. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ എൻഡോസ്കോപ്പി റിപ്പോർട്ടിൻ്റെ കൂടെ RUT പോസിറ്റീവ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. RUT പോസിറ്റീവ് ആണ്, റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നാണ് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ചിലപ്പോഴൊക്കെ RUT നെഗറ്റീവ് എന്നുള്ള റിപ്പോർട്ട്സും കാണാറുണ്ട്. ഇനി ഇതല്ലാതെ, എൻഡോസ്കോപ്പി അല്ലാതെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ പൈസയിൽ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് സീറോളജിക്കൽ ടെസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ IgG, നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ ബ്ലഡിൽ
ആൻറ്റിബോഡി ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന എച്ച് പൈലോറിയുടെ ആൻറ്റിബോഡി ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ് എച്ച് പൈലോറിയുടെ ആൻറ്റിബോഡി ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഇത് പോസിറ്റീവായിട്ട് കിട്ടണമെന്നില്ല. ഇത് മുമ്പ് ഈ ഒരു ഇൻഫെക്ഷൻ നിങ്ങൾക്കുണ്ടായിരുന്നോ എന്നൊക്കെയാണ് പ്രധാനമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഇൻഫെക്ഷൻ മനസ്സിലാവില്ല എന്നുള്ളതല്ല, പക്ഷെ ചിലപ്പോൾ ഇപ്പോൾ ലൈവായിട്ടുള്ളൊരു ഇൻഫെക്ഷൻ കൃത്യമായിട്ടുണ്ടോ എന്ന് ഈ സീറോളജിക്കൽ ടെസ്റ്റ് വഴി മനസ്സിലാവണമെന്നില്ല. മറ്റൊരു ടെസ്റ്റ്, അതും ചിലവ് കുറഞ്ഞ ഒരു ടെസ്റ്റാണ്, ഒരു ബ്രെത്ത് ടെസ്റ്റാണ്, യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്ന് വിളിക്കുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെയാണ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് എച്ച് പൈലോറി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ. സപ്പോസ് ഇത് നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈഗ്രെയിൻ പോലെയുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വയറിനകത്ത് എച്ച് പൈലോറി എന്ന് പറയുന്ന ഈ ബാക്ടീരിയയെ നിയന്ത്രിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നല്ല ബാക്ടീരിയ വെച്ചിട്ട് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശത്ത് നമ്മൾ പോലീസിനെ ഇറക്കുന്നത് പോലെ നല്ല ബാക്ടീരിയ, നിങ്ങളുടെ ശരീരത്തിന് ഏത് തരത്തിൽ പെട്ടുന്ന പ്രോബയോട്ടിക് ആണോ ആവശ്യം, നല്ല ബാക്ടീരിയ ആണോ ആവശ്യം, ആ ബാക്ടീരിയ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുപാതത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രഥമമായിട്ട് ചെയ്യാനുള്ളത്. ഇനി ഹോം റെമഡി ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്, ടെർമറിക് എന്ന് പറയുന്നത്. അപ്പോൾ ടെർമറിക് നിങ്ങൾക്കറിയാതെ ആൻറ്റി ആണ്. നമ്മൾ ഈ മസിൽ സ്പാസോ ഒക്കെ കുറക്കും, വയറിനകത്തൊക്കെ വരുന്ന ക്രാംസ് കുറക്കാം. അതുപോലെ ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ്, ചീത്ത ബാക്ടീരിയയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനകത്തുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്കാനം പോലെയുള്ള പ്രശ്നത്തെയും, അല്ലെങ്കിൽ ഫ്ലാറ്റുലൻസ് അല്ലെങ്കിൽ QI പോലെയുള്ള പ്രശ്നത്തൊക്കെ വലിയ പരിധിവരെ മഞ്ഞളിൻ്റെ ഉപയോഗം കൊണ്ട് കുറക്കാം. പക്ഷേ മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് മഞ്ഞൾ കഴിക്കുമ്പോൾ ഏതെങ്കിലും റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുർക്കുമിൻ നിങ്ങൾക്ക് സപ്ലിമെൻ്റായിട്ട് സ്വീകരിക്കാം. ഇനി മറ്റൊരു കാര്യമാണ് ക്രാൻബെറി എന്ന് പറയുന്നത്. ക്രാൻബെറി എന്ന അതിൻ്റെ ടേസ്റ്റ്, അത് ഒരു ഇപ്പോൾ പുളിരസമുള്ള ഒരു ഫ്രൂട്ടാണ് ക്രാൻബെറി. അത് ഡ്രൈ ഫ്രൂട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ. അപ്പോൾ ഈ ക്രാൻബെറി കഴിക്കുന്നത്, പ്രധാനമായിട്ട് ക്രാൻബെറി കഴിക്കുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലെയുള്ള മൂത്രാശയ സംബന്ധമായ ഇൻഫെക്ഷനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ക്രാൻബെറിക്കും എച്ച് പൈലോറിയെ നിയന്ത്രിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ക്രാൻബെറി കഴിക്കുന്നതും നിങ്ങൾക്കൊരു വലിയ പരിധിവരെ എച്ച് പൈലോറിയുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഇതേപോലെ നമുക്ക് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബ്രക്കോളി. ബ്രക്കോളി ഇന്ന് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ബ്രോക്കോളിനകത്തുള്ള സൾഫോറാഫേൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കണ്ടൻ്റ് ഉണ്ട്. ഈ സൾഫോറാഫേനിന് നിങ്ങളുടെ എച്ച് പൈലോറിയെ നിയന്ത്രിക്കാനുള്ള, അതിൻ്റെ വളർച്ചയെ ചെറുക്കാനുള്ള കഴിവുണ്ട്. ഇതേ കാര്യം തന്നെ ക്യാബേജിനകത്തും ഉണ്ട്. അപ്പോൾ ക്യാബേജും ബ്രോക്കോളിയും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ, ദൈനംദിന ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക വഴി നമുക്കൊരു വലിയ പരിധിവരെ ഇത് കുറക്കാൻ, എച്ച് പൈലോറിയുടെ ഗ്രോത്ത് കുറക്കാം. അതേപോലെ തന്നെ അൾസറും ഗ്യാസ്ട്രൈറ്റിസും പോലെയുള്ള പ്രശ്നങ്ങൾ കുറക്കാനും ഇതിനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ്, ഒരു പക്ഷേ എച്ച് പൈലോറി ഉണ്ടെങ്കിൽ എച്ച് പൈലോറിയെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രിപ്പിൾ തെറാപ്പി പോലെയുള്ള ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുക. പക്ഷെ അത്രയും തന്നെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു കാരണമാണ് കരിഞ്ജീരകം. കരിഞ്ജീരകം നമ്മൾ 1 സ്പൂണോ 1.5 സ്പൂണോ എടുത്ത് അത് പൊടിച്ച് അത് അല്പം തേനിലൊക്കെ ചാലിച്ച് കഴിക്കുന്നതും നന്നായിട്ട് എച്ച് പൈലോറിൻ്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ഇതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇരട്ടിമധുരം എന്ന് നമ്മൾ വിളിക്കുന്ന ലൈക്കോറൈസ് കണ്ടൻ്റുള്ള ഇരട്ടിമധുരം. ഇരട്ടിമധുരത്തിൻ്റെ ഉപയോഗവും നന്നായിട്ട് എച്ച് പൈലോറിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. വേറൊരു പ്രധാന ഘടകമാണ് ഗ്രീൻ ടീ. പോളിഫിനോൾ എന്ന് പറയുന്ന മോളിക്യൂൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഗ്രീൻ ടീക്ക് ഈ എച്ച് പൈലോറിയെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ കൃത്യമായി എല്ലാ ദിവസവും കൃത്യമായിട്ട് ഗ്രീൻ ടീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലും പൊതുവെ എച്ച് പൈലോറിയുടെ വളർച്ചയും എച്ച് പൈലോറി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ സാധ്യതയും മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുമുണ്ട്. ഒലിവ് ഓയിലും ഇതുപോലെ തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഒലിവ് ഓയിലിൻ്റെ ഉപയോഗം എച്ച് പൈലോറിയെ ഒരു പരിധി വരെയൊക്കെ കുറക്കുന്നുണ്ട്. ഇതിനകത്ത് ഫിനോൾ എന്ന് പറയുന്ന കണ്ടൻറ്റ് വളരെ അധികമാണ്. ഈ ഫിനോൾ കണ്ടൻറ്റിൽ കുറേ നേരത്തോളം നമ്മുടെ സ്റ്റൊമക്കിൽ നിൽക്കാനുള്ള ഒരു കഴിവുള്ള ഒരു മോളിക്യൂളാണത്. അപ്പോൾ ഇത് കൂടുതൽ സമയം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മുടെ എച്ച് പൈലോറിയെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിവുള്ള ഒരു ഘടകം കൂടിയാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. ഇനി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കണ്ടൻ്റാണ് പ്രൊപ്പോളിസ് എന്ന് പറയുന്ന ഒരു കാര്യം. പ്രൊപ്പോളിസ് ഒരു പക്ഷേ നിങ്ങൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവാം.
ഗ്രീൻ പ്രൊപ്പോളീസ് ആണ് ഇതിന് ഉപയോഗിക്കുക. പ്രൊപ്പോളീസ് എന്ന് പറയുന്നത് നമ്മുടെ തേനീച്ച ഉണ്ടാക്കുന്ന, തേൻ പോലെ തന്നെ ഉണ്ടാക്കുന്ന, എന്നാൽ തേനിൻ്റെ അത്ര രുചിയില്ലാത്ത, ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു കണ്ടൻ്റാണ് ഈ പ്രൊപ്പോളീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പ്രൊപ്പോളീസ് എന്ന് പറയുന്ന ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രൊപ്പോളീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതൊരു 20 തുള്ളി എടുത്ത് ഒരു 200 ml വെള്ളത്തിൽ ലയിപ്പിച്ച് ദിവസം 2 നേരം വെച്ചിട്ട് 30 ദിവസത്തോളം കഴിക്കുന്നത് നന്നായിട്ട് തന്നെ ഈ എച്ച് പൈലോറിയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിൽ 500-ലധികം ബയോ ആക്റ്റീവായിട്ടുള്ള മോളിക്യൂളുകൾ ഇതിനകത്തുണ്ടായതുകൊണ്ടാണ് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും എച്ച് പൈലോറി നമുക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതികഠിനമായിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അൾസർ ഉണ്ടാവുക, ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ പറയുന്ന ചെറിയ ചെറിയ ഹോം റെമഡീസിൽ മാത്രമായിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി അതിൻ്റെ ശരിയായ രീതിയിലുള്ള സപ്ലിമെൻറ്റേഷനും ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണവും ഏത് തരത്തിൽപ്പെട്ട പ്രോബയോട്ടിക് ആണോ നിങ്ങൾക്ക് സഹായകരമാകുന്ന ആ തരത്തിലുള്ള പ്രോബയോട്ടിക്കുകളുടെ കറക്റ്റായിട്ടുള്ള ചൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് നന്നായിട്ട് എച്ച് പൈലോറി കൊണ്ടുണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസിനെയും മറികടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.